ബിഗ് ബോസ് മലയാളം സീസൺ 7. അങ്ങനെ ബിഗ് ബോസ് ഹൗസിലെ ബി ഹോട്ടൽ ടാസ്ക്, ഈ ഒരു ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് ചലഞ്ചേഴ്സ് ആയിട്ട് വന്ന, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിലെ ഈ ഒരു ബി ഹോട്ടലിലേക്ക് അതിഥികളായിട്ട് വന്ന നമ്മുടെ റിയാസ് സലീം ആയാലും ഷിയാസ് കരീം ആയാലും ശോഭ വിശ്വനാഥ് ആയാലും ഇവരെല്ലാവരും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടും വലിയൊരു ഇമ്പാക്ട് ഈ ഒരു ഷോയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവർ ആദ്യം വന്ന സമയത്ത് ജസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒന്ന് ട്രിഗർ ചെയ്തു. അതിനുശേഷം അതിഥികൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ആതിഥ്യവും സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന അനങ്ങാണ്ട് അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുകയാണ്. പക്ഷേ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്ന ഓരോ ഡ്യൂട്ടികളും അവർക്ക് കൊടുത്തിരിക്കുന്ന ഓരോ ക്യാരക്ടറുകളും അത് വളരെ ക്ലിയർ ആയിട്ട് ഓരോരോ കണ്ടസ്റ്റന്റും ചെയ്യുന്നതുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള പല കണ്ടന്റുകളും ഉണ്ടാക്കുന്നുണ്ട്. മിണ്ടാതിരിക്കുന്ന പലരും മിണ്ടണുമുണ്ട്. ഇന്ന് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. ആ ഒരു പ്രൊമോയിൽ നമ്മുടെ ഒണിയൽ സാബു നല്ല രീതിയിൽ തന്നെ ഫയർ ആവുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ ഒണിയൽ വന്നിട്ട് ഏകദേശം 45 ഡേയ്സ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാണ്. ഇത്രയും നാളായിട്ടും ഒണിയൽ സാബു സംസാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ഒരു ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായിട്ട് ഒണിയൽ സാബു നല്ല രീതിയിൽ തന്നെ പോയിന്റ് വൈസ് എടുത്ത് നല്ല രീതിയിൽ തന്നെ കോണ്ടന്റ് കൊടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള റീസൺ ആദില തന്റെ ആ ഒരു ക്യാരക്ടർ വ്യക്തമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഒരു ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഷെഫായിട്ടാണ് ഒണിയൽ സാബു നിൽക്കുന്നത്. ഈ പറയുന്ന ഹോട്ടലിന്റെ ഉടമസ്ഥന്റെ ഈ പറയുന്ന കുറച്ച് ചാട്ടക്കാരിയായിട്ടുള്ള മകളായിട്ടാണ് ആദില നിൽക്കുന്നത്. കുറച്ച് അഹങ്കാരമൊക്കെ ഉള്ള ഒരു മോളായിട്ടാണ് ആദില ഈ ഒരു ടാസ്കിൽ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒണിയൽ സാബു കിച്ചണിൽ ഈ പറയുന്ന ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് കൊണ്ടുപോയി ഉപ്പൊക്കെ കോരിയിടുന്ന സമയത്ത് അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് ഒണിയലും ആര്യനും ഈ പറയുന്ന ആദിലയൊക്കെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആദിലയുടെ വേഷം ആദില കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത്. ആദിലയെ ഒന്നും പറയാനില്ല. എങ്ങനെയാണ് ഒരു അഹങ്കാരിയായിട്ടുള്ള മോൾ, ഇത്രയും വലിയൊരു ഹോട്ടലൊക്കെ ഉള്ള ഒരാളുടെ മോള് നിൽക്കുന്നത്, അതുപോലെ തന്നെ തന്റെ സെർവൻസിനോട് നിൽക്കുന്നുണ്ട് ആദില തന്റെ വേഷം ഇത്രയും കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും നാളും മിണ്ടാതിരുന്ന ഒണിയൽ സാബു മിണ്ടി തുടങ്ങിയത്. പക്ഷെ ഒണിയൽ മിണ്ടിയപ്പോഴൊക്കെ ഭയങ്കര കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആര്യൻ കതോരിയൊക്കെ അടിച്ചിരുത്തുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ചലഞ്ചേഴ്സ് വന്നിട്ട് വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ വൈസ് അടിപൊളി ഇമ്പ്രൂവ്മെന്റുകൾ എല്ലാ കണ്ടസ്റ്റൻസിനും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്